പ്രവർത്തനായ പരിപൂർണ്ണമായ ഓർമ്മപ്പെടുത്തിയും കൃഷ്ണദാസി ചൂരക്കോരം മഴതോറവല്ല കൃപയും പുസ്തകം ചൂരക്കോരം ധരിച്ചു. നാലാളുകളുടെ ആധാരമായിട്ട് പാതരാമുഖേതുമായി ചുരുക്കത്തിരിക്കുന്ന അനുഭവം തന്നെയല്ലേ അല്ലേ? എങ്ങനെ എന്റെ കാളകാട്ട് മന്ത്രമായി കൽപ്പിച്ചിരിക്കുന്നതായ അനുഭവം അല്ലേ? ഇന്നത്തെ അന്ന് കാളകാട് വടക്കേ തിരുനെല്ലിൽ ഹോമകുണ്ടത്തിൽ കണ്ടു. ജഗർന്നമുടിയും വളർന്നതാടിയും കൊട്ടയിൽ തീയും കുറുവളിയും പുസ്തകവും ചൂരക്കോലും കൈവേദനിച്ച മനസ്വസ്ഥപന അല്ലേ? അത് നിർഭാരകനായിട്ട് അന്ന് സന്താനഭാഗ്യമല്ലാഞ്ഞ അന്ന് കാളകാടക്ക് ധനമല്ലേ ഞാൻ വന്നതിന് ശേഷം സ്നേഹസത്യം സമ്പാദിച്ചു കൊടുത്തു അല്ലേ? അതിൻ്റെതായ ഒരു അനുഭവങ്ങളുണ്ട്. കാളകാട് കാട്ടിക്കൊടുക്കുമെന്ന് മനസാരഭേദമായി ഉറപ്പിച്ചല്ല അല്ലേ? അന്ന് കൈയെടുത്തിരിക്കുന്ന സ്ഥലത്തൊരു മേഘം ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളോ ഈ നാലാടൊരു കൂടി എൻ്റെ പൊന്നുകൂടി ആധാരമായിട്ടൊന്ന് കാളകാടത്തിലൂടെ കരം പിടിച്ച് വന്നിരിക്കുന്നതായ നിൽക്കുന്നൊക്കെ തന്ന് മന്ത്രസാരഭേദമായി ഉറപ്പിച്ചിരിക്കുന്ന അനുഭവം ഇല്ലേ പൈനുഗ്രാമേ? ഇല്ലേ വൈകാമേ? കഥകളെല്ലാം അറിയാമല്ലോ അല്ലേ പൈനുഗ്രാമേ? കഥകൾ പാടിക്കെട്ടണോ ശാസ്ത്രപ്പൻ വേണോ? എല്ലാം അറിഞ്ഞിരിക്കുന്ന ആന്തരങ്ങളല്ലേ? അറിഞ്ഞ് സേവിച്ചിരിക്കുന്നതായ അല്ലേ ആന്തരങ്ങൾ അറിഞ്ഞവർക്ക് ആനന്ദമൂർത്തിയായിട്ടും മറന്നവർക്ക് മരണമൂർത്തിയായിട്ടും ശിവശാസ്ത്രം അല്ലേ? ആയതുകൊണ്ട് അത് കാളകാട്ട് ഉത്തരവാദിയുടെ അല്ലേ സന്താനഭാഗ്യം ഉണ്ടാക്കി കണ്ടു അല്ലേ? അന്നോ കൂടി എന്നെ കൊണ്ടും കൂടി ആധാരമായി കഴിഞ്ഞു. അന്ന് എന്നെ കാളകാടത്തിന്റെ കയ്യെടുത്ത് വന്ന് അല്ലേ വിസ്തരഭേദമായിട്ട് നോമനിശീലക്ക് ആധാരമായിട്ട് അന്ന് ഉറപ്പിച്ചു അല്ലേ? അതിന് ഇടച്ചേരിധാരമായിട്ട് നികണ്ടിക്കൊണ്ടിരിക്കുന്ന ധനവും ഭാഗ്യം എല്ലാം അന്ന് ചന്ദ്രനല്ലൂർ ഭഗവതിയുടെ അല്ലേ കുടുംബങ്ങളും കുടുംബയൊക്കെയും നിങ്ങളെന്നിരിക്കുന്നതായ അഭിമാന്യമുള്ള ഒരു തലവാട്ടിനകത്ത് അന്ന് എന്റെ ഓമനശ്ശേരിക്ക് അല്ലാധാരമായി കിഴക്കേ സോമാനം ഭേദമായിട്ടും അഭിമാന്യത്തിന് നിലനിന്നിരിക്കുന്നതായ അന്തരങ്ങളല്ലേ? അനുഭവത്തിൽ പെരുപ്പം പറയണോ? അല്പമായി അനുഭവം മതി നിങ്ങളുടെ മനസ്സിൽ നിറയാൻ അല്ലേ? ഇലഞ്ഞിരിക്കുന്നതായ മൊഴികൾ മാത്രം മതി. ഞാനെന്നിരിക്കുന്നതായ ഈ സന്നിധിക്കകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ മഹാഭാഗ്യങ്ങൾ ഏറെയുണ്ട്. എല്ലാം തീരത്തിലായി